ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നവരാത്രിയുടെ 4-ാം ദിനം. ഈ 4-ാം ദിനത്തിൽ നമ്മുടെ ദേവിയെ നാം ഏത് ഭാവത്തിലാണ് ആരാധിക്കേണ്ടത്, ഏത് മന്ത്രമാണ് ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി നാം ജപിക്കേണ്ടത് എന്നിത്യാദി വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 നാളുകളിൽ, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മുടെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള വികസനത്തിനുതകുന്ന, നമ്മുടെ തിന്മകളെല്ലാം അകറ്റുന്ന ആസുരികമായ ഭാവങ്ങൾ നമ്മിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്ന, നന്മകൾ മാത്രം പ്രദാനം ചെയ്യുന്ന ദുർഗാദേവിയുടെ, ദുർഗതികളെ അകറ്റുന്ന ദുർഗാദേവിയുടെ 3 ഭാവങ്ങളെയാണ് നാം ആരാധിച്ചത്. എന്നാൽ 4-ാം ദിനമായ ഇന്ന് ദേവിയെ കൂഷ്മാണ്ഡ എന്ന സ്വരൂപത്തിലാണ് നാം ആരാധിക്കേണ്ടത്. സകല സമ്പത്തും ഐശ്വര്യങ്ങളും സ്വാത്വിക ചിന്തകളും ആധ്യാത്മിക ബോധവും നൽകുന്ന ലക്ഷ്മി ദേവിയുടെ ഭാവമായ കൂഷ്മാണ്ഡ ദേവിയാണ് ഇന്ന് 4-ാം ദിനത്തിൽ നാം ആരാധിക്കേണ്ടത്. 4, 5, 6 എന്നീ 3 ദിനങ്ങളിലായി ലക്ഷ്മി ദേവിയുടെ 3 രൂപങ്ങളെയാണ് നാം ആരാധിക്കപ്പെടുന്നത്. 3 പദങ്ങൾ ചേർന്നതാണ് കൂഷ്മാണ്ഡം എന്ന നാമം ഉണ്ടായിരിക്കുന്നത്. കൂ എന്നാൽ ചെറുത്, ഊഷ്മം എന്നാൽ ഊർജം, അണ്ഡം എന്നാൽ മുട്ട. അതായത് ദേവി കൂഷ്മാണ്ഡ എന്നാൽ ബ്രഹ്മാണ്ഡം എന്ന മുട്ടയുടെ ദേവത എന്ന സാമാന്യ അർത്ഥം പറയാം. അപ്പോൾ ബാലസ്വരൂപിണിയായ ദേവി, ചെറിയ കുട്ടിയായി അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി, അതിനുശേഷം ഭർത്താവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന ആ ബ്രഹ്മചാരിണി, ബ്രഹ്മചര്യം, ഒരു ഗൃഹസ്ഥാശ്രമത്തിന് തൊട്ടു മുമ്പുള്ള ബ്രഹ്മചര്യം ഒരു സ്ത്രീ അനുഷ്ഠിക്കുന്നു. അതിനുശേഷം ചന്ദ്രകണ്ഠാദേവി, ആ ബ്രഹ്മചര്യത്തിന് ശേഷം നവവധുവായി അണിഞ്ഞൊരുങ്ങുന്ന ചന്ദ്രകണ്ഠാദേവി, അതിനുശേഷം വിവാഹശേഷം തൻ്റെ അടുത്ത തലമുറയെ ഗർഭത്തിൽ വഹിക്കുന്ന, അണ്ഡം വഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ദേവി കൂഷ്മാണ്ഡ. ദേവിയുടെ ആ ഗർഭാശയത്തിൽ ഉള്ള അണ്ഡം ഏതാണ്? ഈ ബ്രഹ്മത്തിൽ കാണുന്ന സകല പ്രപഞ്ചങ്ങളും, ഈ ബ്രഹ്മചൈതന്യത്താൽ സൃഷ്ടിക്കപ്പെട്ട സർവ ചരാചരങ്ങളും സർവ പ്രപഞ്ചങ്ങളും ആണ് ദേവി തൻ്റെ അണ്ഡത്തിൽ, ആ കൂഷ്മാണ്ഡം എന്ന നാമത്തിൽ തൻ്റെ അണ്ഡത്തിൽ ചുമക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഗൃഹസ്ഥാശ്രമിയായി അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ തന്നെ ഭർത്താവായി സ്വീകരിക്കുന്നു. ജന്മാന്തര ബന്ധമായി പരമശിവനെ ദേവി സ്വീകരിക്കുന്നു. ദേവിയുടെ കഠിനമായ 5000 വർഷത്തെ തപസ്സുകൊണ്ട് ദേവി ഭഗവാനെ സ്വന്തമാക്കിയ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ദേവിയും ഭഗവാനും തമ്മിലുള്ള സംയോഗത്തിലാണ് താരകാസുരനെ വധിക്കുവാൻ വേണ്ടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെ ദേവീഭാവത്തിൽ ദേവി ഈ ബ്രഹ്മത്തെ മുഴുവൻ ബ്രഹ്മാണ്ഡത്തിൽ ലയത്തിൻ്റെ സഹായത്തോടെ, ബ്രഹ്മത്തിൻ്റെ ഇച്ഛയനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളെയും തന്നെ ഗർഭത്തിൽ വഹിക്കുകയാണ് കൂഷ്മാണ്ഡാദേവിയായി. അപ്പോൾ അണ്ഡമാണ് ദേവി വഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ബ്രഹ്മാണ്ഡം. അതുകൊണ്ടാണ് കൂഷ്മാണ്ഡം ദേവി എന്ന രൂപത്തിൽ, അതായത് ഗർഭവതിയായ ദേവി എന്ന രൂപത്തിലാണ് നമ്മൾ ഇതിനർത്ഥം പറയുന്നത്. നവരാത്രിയിൽ ജപത്തിനും തപത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം. അതായത് പലതരത്തിലുള്ള ദേവീനാമങ്ങൾ, ദേവി മഹാത്മ്യം ഉണ്ടെങ്കിൽ അത് ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജപങ്ങളും പിന്നെ തപം എന്ന് വെച്ചാൽ വ്രതം. തപസ് അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ കലിയുഗത്തിൽ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നവരാത്രി വ്രതം എടുക്കാൻ പറ്റുന്നവരെല്ലാം എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നുള്ള ആ ഗാനം, ആ കീർത്തനം ആർക്കും അറിയാത്തവരായി നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലില്ലല്ലോ. ഈ പടി 6 എന്താണ്? 6 പടികളും ആദിപരാശക്തിയുടെ വാസസ്ഥലമാണ്. മഹാശക്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുകയാണ് 6 പടികളിലായി, 6 നിലകളിലായി.
ഒന്നാമത്തെ പടിയായ മൂലാധാര ചക്രത്തിൽ ബാലസ്വരൂപിണിയായ ദേവിയാണ് കുടികൊള്ളുന്നത്. രണ്ടാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മസ്വരൂപിണിയായ ദേവിയെയും നാം അറിഞ്ഞു കഴിഞ്ഞു. മണിപൂരക ചക്രത്തിൽ ചന്ദ്രകണ്ഠാദേവിയെ ആണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാലാമത്തെ ചക്രമായ അനാഘത ചക്രത്തിൽ അനാഘത ചക്രത്തിൻ്റെ ആധാരമാണ് ദേവി കൂശ്മാണ്ഡ. പൊക്കിളിന് 2 അങ്കുലം മുകളിലായി ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് അനാഘത ചക്രം കുടികൊള്ളുന്നത്. അപ്പോൾ 4-ാം ദിവസം ദേവി ആരാധനയ്ക്കായി നാം ജപിക്കേണ്ട മന്ത്രവും കൂടി നമുക്ക് കേൾക്കാം. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപദ്മാഭ്യാം കൂശ്മാണ്ഡ ശുഭദാസ്തു മേ. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപദ്മാഭ്യാം കൂശ്മാണ്ഡ ശുഭദാസ്തു മേ. സുരാസമ്പൂർണ കലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപദ്മാഭ്യാം കൂശ്മാണ്ഡ ശുഭദാസ്തു മേ. ഈ മന്ത്രം ജപിച്ച് ഇന്ന് 4-ാം ദിവസം ദേവിയെ ആരാധിക്കുക, ലക്ഷ്മി സ്വരൂപിണിയായ ദേവിയെ. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും ദേവതയാണ് ദേവി. ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് ദേവി. അതുപോലെ തന്നെ ആ അന്ധകാരത്തിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ ഉയർത്തി ആ ഒരു വിജ്ഞാനത്തിൻ്റെ വെണ്മയുടെ മേഖലകളിലേക്ക് എത്തിക്കുന്നതും ദേവി തന്നെയാണ്. ഭക്തിയുടെയും വിഭക്തിയുടെയും ആധാരമാണ് ദേവി. ഇവിടെ എന്തെല്ലാം ഉണ്ടോ, ഈ പ്രകൃതിയിൽ എന്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നോ അതെല്ലാം ദേവിയാണ്. ഇവിടെ അജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്, നന്മയുമുണ്ട്, തിന്മയുണ്ട്, ഇരുളുമുണ്ട്, വെളിച്ചവുമുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാമാണ് ദേവിയുടെ ഭാവങ്ങൾ, രൂപങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്നതിനെ നാം ദേവിയോട് ചോദിച്ച് വാങ്ങി നമ്മൾ ആ ലെവലിലേക്ക് ഉയരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നവരാത്രി വ്രത ആചരണ കാലഘട്ടങ്ങളിൽ നാം എന്താണോ ഇതുവരെ ദേവിയുടെ ഏത് ഭാവമായിരുന്നോ സ്വീകരിച്ചിരുന്നത്, അജ്ഞാനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് എന്നെ ഉയർത്തി വിജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് എത്തിക്കണേ. വിഭക്തി പാണ്ഡിത്യത്തിൻ്റെ മേഖലകളിൽ നിന്ന് ഭക്തിയുടെ മേഖലകളിലേക്ക് എത്തിക്കണേ. ജ്ഞാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഉയർത്തേണമേ. അങ്ങനെ ദേവിയാണ് നമ്മുടെ ബോധമണ്ഡലത്തെ ഉയർത്തി 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 ആ ഭഗവാനിലേക്കുള്ള ആ 6 പടികളും കടന്ന് ഭഗവാനിലെത്തുവാനുള്ള മാർഗം തുറന്നു തരുന്നത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നമുക്ക് പ്രകൃതീശ്വരിയായ മഹാമായ ആദിപരാശക്തിയാണ്. ത്രിമൂർത്തികളും പ്രാർത്ഥിക്കുന്ന, ത്രിമൂർത്തികളും ഉപാസിക്കുന്ന, ആദരിക്കുന്ന ആളാണ് ദേവി. എല്ലാത്തിൻ്റെയും ഉറവിടമാണ് ദേവി. പരബ്രഹ്മ തേജസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേവിയെയാണ് പിന്നെ നാം ആരാധിക്കേണ്ടത്. ആ ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കണമെങ്കിൽ, പരമമായ മോക്ഷം നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദേവിയിലൂടെയാണ് ഈ മായ ശക്തിയെ അല്ല മായ ബന്ധങ്ങളെ, ഭ്രമങ്ങളെ നമ്മൾ ഓരോന്നായി വേർതിരിച്ച് ഇത് മായാശക്തിയുടെ ഒരു ഭ്രമമാണ്, ഇതെന്നെ ബാധിച്ചാൽ എൻ്റെ ജീവിതത്തെ പിന്നോട്ട് വലിക്കും, എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇത് കാരണമാകും, ഇതിൽ ഞാൻ ഒട്ടിപ്പിടിച്ച് ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടം വിട്ട് മേലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്നത് ദേവിയാണ്. ദേവിയെ പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മൾ ഒരിടത്ത് നമ്മുടെ കാലൊരിടത്ത് കെട്ടിവെച്ചിരിക്കുന്നു. ആ കെട്ട് അഴിക്കണമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്കത് ആ കെട്ട് വളരെ സുഖകരമായിട്ടുള്ളൊരു കെട്ടായിട്ട് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ജീവിതത്തെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ ഈ കെട്ടിൻ്റെ ആഘാതം കാരണം നമ്മുടെ കാലിലൊരു മുറിവൊക്കെ വന്ന് അത് സഹിക്കാൻ വയ്യാത്ത വേദനയായി
ആ വേദന നമ്മളെ കാർന്നു തിന്നുമ്പോൾ നമ്മൾ കരുതും, ദൈവമേ ഇത് എത്ര സുഖമുള്ള കെട്ടാണെങ്കിലും അല്ലെങ്കിൽ സുഖമുള്ള ആൾ കെട്ടിയതാണെങ്കിലും ഇതൊന്ന് അഴിഞ്ഞും പോയിരുന്നെങ്കിൽ എൻ്റെ വേദനയ്ക്കൊരു ശമനം കിട്ടിയേനെ, ഞാനൊന്ന് സ്വതന്ത്രമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ആ ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഈ ഭൗതിക മോഹങ്ങൾ നമ്മെ സുഖകരമായിട്ട് കെട്ടിയിടും. പക്ഷേ ആ കെട്ടിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും വിഷമങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ കെട്ടൊരു അനാവശ്യ കെട്ടായിരുന്നല്ലോ, ഈ കെട്ടിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിക്കണേ ഭഗവാനെ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ദേവിയോട് പറയുക. ഇപ്പോൾ തന്നെ നമ്മെ പലതും കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടുകൾ ഓരോന്നും അഴിഞ്ഞു പോകുവാൻ ദേവിയോട് പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും സമഭാവനയോടെ കാണാൻ കഴിയും. ഒന്നിനോടും ഒരു കെട്ടുണ്ടാകില്ല, ഒന്നിനോടും ഒരടുപ്പമോ ഇതെൻ്റെതാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയില്ല, നമ്മൾ ചിന്തിക്കില്ല. നാം ജീവിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കടമകളും അമ്മ നമുക്ക് സാധിച്ചു തരുന്നു. അത് നിർവഹിക്കുവാനുള്ള മാർഗങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സമൃദ്ധമായി ഉണ്ടാകും. അപ്പോൾ ഇഹത്തിൽ സുഖവും പരത്തിൽ മോക്ഷവും തരുന്ന ആ മഹാമായയായ ത്രിപുര സുന്ദരിയായ വിജ്ഞാനത്തിൻ്റെ, ഭക്തിയുടെ, പരമമായ മോക്ഷത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ അമ്മയെ ഹൃദയത്തിൽ ആവഹിച്ച് ആ ഭദ്രപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഓരോ വ്യക്തിക്കും കഴിയട്ടെ. എല്ലാം അമ്മയുടെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.